ഓക്കെ, പല ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇനി ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ടോ, അല്ല എങ്ങനെയാണ്, അല്ല ഒന്നിലധികം ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആംഗിൾ അല്ലെങ്കിൽ പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ പ്ലെയിൻ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇത് റേഡിയസും ഇത് ആർക്കും ആണെങ്കിൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. ആർക്കിന്റെ ഡയമെൻഷൻ, രണ്ടിന്റെ ഡയമെൻഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ആർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ ഡയമെൻഷൻ എന്താണ് വരിക? ഡയമെൻഷൻ ഓഫ് ആർക്കും ലെങ്ത് ആണ്. ഡയമെൻഷൻ ഓഫ് റേഡിയസും എന്ത് തന്നെയാണ്? അതും നമുക്ക് L തന്നെയാണ് വരിക. അപ്പോൾ രണ്ടിന്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഇത് രണ്ടും എന്താണ്? ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി നമുക്ക് എന്താ പറയാം? ഇവിടെ നോ ഡയമെൻഷൻ. അപ്പോൾ ആംഗിളിന്റെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിളിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ആംഗിൾ ഹാവിങ് നോ ഡയമെൻഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം നെയിം എ ക്വാണ്ടിറ്റി ഹാവിങ് നോ ഡയമെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ് ആംഗിൾ. പക്ഷെ ആംഗിളിന് എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരലുണ്ട്. എ ക്വാണ്ടിറ്റി ഹാവിങ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആംഗിൾ എഴുതാൻ പറ്റും. അതിന് യൂണിറ്റ് ഉണ്ട്. ആംഗിളിന്റെ യൂണിറ്റ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻ ആണ്. പക്ഷെ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അനദർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ N is equal to C/V ആണ്. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ഓർ എയർ. എയറിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റും V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ രണ്ടും വരുന്നത് വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ ഡയമെൻഷൻ രണ്ടും എന്താണ്? LT⁻⁻1 തന്നെയാണ്. മുകളിലും താഴെയും വരുന്ന ഡയമെൻഷൻ LT⁻⁻1. ഇവിടെയും നമുക്ക് എന്തില്ല? ഹാവിങ് നോ ഡയമെൻഷൻ. രണ്ടും ക്യാൻസൽ ആയി പോകും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലും ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് ഉണ്ടോ? വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അതേപോലെ വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ ഇനി മീഡിയം, ഫ്രീ സ്പേസിലാണെങ്കിലും മീഡിയത്തിലാണെങ്കിലും എന്ത് തന്നെ? മീറ്റർ/സെക്കൻഡ്. അപ്പോൾ അതും ഇല്ല, അതും ക്യാൻസൽ ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് സെയിം ആയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹാവിങ് നോ യൂണിറ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അപ്പം അതും കൂടെ ഓർമ്മിക്കണം. യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നെയിം ടു ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻ. സെയിം ഡയമെൻഷൻ വരുന്ന ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ് എഴുതാം. അപ്പം അങ്ങനെ വരുന്ന കുറേ ക്വാണ്ടിറ്റീസ്, കുറേ പെയേഴ്സ് നമുക്കറിയാം. അതിൽ ഏതെങ്കിലും ക്വാണ്ടിറ്റീസ് എഴുതാം. ഒന്ന് നമുക്ക് എന്താ പറയാം? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, റേഡിയസ് എല്ലാം എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡും വെലോസിറ്റിയും നമുക്ക് സെയിം ഡയമെൻഷൻ ആണ്. ഇനി വേറെ പഠിച്ചത് ഓർമ്മയുണ്ടാവും, മൊമെന്റം ആൻഡ് ഇമ്പൾസ്. പിന്നെ വരുന്നത് വർക്ക് ആൻഡ് എനർജി. ഇതിൽ ഏതെങ്കിലും രണ്ട് പേഴ്സ് ഓർമ്മിച്ച് വെക്കുക. രണ്ടെണ്ണം എങ്കിലും മിനിമം ഓർത്ത് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ടു ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻ പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ എന്താണെന്നും പലതിൻ്റെ ഡയമെൻഷൻസും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, പിന്നെ അതേപോലെ കോൺസ്റ്റൻസ് ഉണ്ട്. കോൺസ്റ്റൻസ് ഹാവിങ് നോ ഡയമെൻഷൻ ആണ് നമ്മൾ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്കിപ്പോൾ നമുക്ക് എനർജീൻ്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്ന് എഴുതും. ഇതിന് ഡയമെൻഷൻ പറയുമ്പോൾ മാസിന് ഡയമെൻഷൻ ഉണ്ട്, വെലോസിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ട്. പക്ഷെ എന്തിന് ഡയമെൻഷൻ ഇല്ല? ഈ ഹാഫ് എന്ന് പറയുന്ന നമ്പർ ആണ്. അപ്പോൾ കോൺസ്റ്റൻസ് ഹാവിങ് നോ ഡയമെൻഷൻ. ഇപ്പൊ എനർജീന്റെ ഡയമെൻഷൻ പറയുമ്പോൾ മാസിന്റെ അറിയാലോ, മാസിന്റെ m ആണ്, വെലോസിറ്റിൻ്റെത് LT⁻⁻1² എന്നാണ് വരിക. LT⁻⁻1² മീൻസ് ഇത് രണ്ടിനും സ്ക്വയർ ചെയ്യാം. അപ്പൊ L സ്ക്വയർ T⁻⁻1² പറഞ്ഞു കഴിഞ്ഞാൽ T⁻⁻1 × 2 -2 mL/T⁻⁻2. നമുക്കറിയാം, നേരത്തെ നമ്മൾ എനർജി ഡയമെൻഷൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എനർജി ഏത് എനർജി ആണെങ്കിലും ഡയമെൻഷൻ സെയിം ആണ്. mL² T⁻⁻2 ആണ് എനർജിന്റെ ഡയമെൻഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി മനസ്സിലായല്ലോ. ദർ ഈസ് നോ ഡയമെൻഷൻ ഫോർ ദി കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസിന് ഡയമെൻഷൻ ഇല്ല. പക്ഷേ ചില ക്വാണ്ടിറ്റീസിൽ എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്, ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റൻസും ഉണ്ട്.
ഒന്ന് രണ്ട് കോൺസ്റ്റൻസ് നമുക്ക് ഡയമെൻഷൻസ് പറയാൻ പറ്റും. അതും നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഡയമെൻഷൻസ് ഉള്ള കോൺസ്റ്റൻസ് ആണെന്ന് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി ആണ്, ക്യാപിറ്റൽ ജി. ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല, നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പഠിക്കുമ്പോൾ അവിടെ പഠിച്ച ജി ആണ്. നമ്മളൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു ജി mm/r². അവിടെ വരുന്ന ഈ ജി ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഇതിന് എന്തുണ്ട്, ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്, എഫ് ഇസ് ഈക്വൽ ടു ജി mm/r². ഈ ഇക്വേഷൻ മാത്രമേ അറിയുള്ളൂ, പക്ഷെ ഇത് മതി. നമുക്ക് ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ജിന്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ജി mm/r² ആണ്. ഓക്കെ, എഫ് ഈക്വൽ ടു ജി mm/r² ആണെങ്കിൽ നമുക്ക് ജി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ മാറ്റി എഴുതാം. ഏത് ഇക്വേഷനെയും നിങ്ങൾ മാറ്റി എഴുതുമ്പോൾ ഇതിന്റെ കൂടെയുള്ള ടേംസിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റാണ് വേണ്ടത്. അപ്പൊ ജീനെ മാത്രം അവിടെ വെച്ചു, ബാക്കിയുള്ളതിനെല്ലാം ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതിന്റെ കൂടെ മാറ്റണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആക്കണം, ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. അപ്പൊ എഫ് ഇൻറ്റു ഈ r² മുകളിലേക്ക് പോകും, FR² ഡിവൈഡഡ് ബൈ എന്ന് നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതാം. ഇനി ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ജി. ജിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് ജി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഫിൻ്റെ എന്താണ്, ML/T-2. ഇതാണ് എഫിൻ്റെത്. ഇൻറ്റു r², റേഡിയസിന്റെ അതായത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്, റേഡിയസ് അല്ല ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരാം, L² ആണ് വരിക, ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു മാസ്, എന്ത് വരും, മാസ് സ്ക്വയർ വരും. ഇനി ഇതിനെ നമ്മൾ നേരെ എഴുതി വെക്കുകയാണെങ്കിൽ ML/T-2 ഇൻറ്റു L² ഇൻറ്റു m⁻², മേലെ വരുമ്പോൾ എന്തായി, -2 ആയി. എല്ലാം കൂടെ നോക്കുക, എമ്മിന് എത്ര പവർ ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. 1ഉം -2ഉം കൂടെ എന്താകും, m⁻². 1 - 2 മീൻസ് -1. L ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പൊ ml ക്യൂബ്, m⁻⁻1 L ക്യൂബ്. T -2 മാത്രമേ ഉള്ളൂ, T -2. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് MLT ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുക. അപ്പൊ ആദ്യം M എഴുതാം, പിന്നെ L എഴുതാം, പിന്നെ T എഴുതാം. ഇങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്. ഒന്നും കൂടെ നോക്കാം. നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. G is equal to FR²/mm എന്ന് എഴുതും. ഇനി ജിന്റെ ഡയമെൻഷൻ കാണാൻ വേണ്ടി എഫിൻ്റെതും ആറിൻ്റെതും എമ്മിൻ്റെതും എല്ലാ ഡയമെൻഷനും കൊടുക്കാം. അപ്പൊ എന്നിട്ട് എല്ലാത്തിനെയും മുകളിലേക്ക് മാറ്റാം. അപ്പോൾ MLT -2 ഇൻറ്റു L² ഇൻറ്റു m⁻². റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ m⁻⁻1 L ക്യൂബ് T⁻². ഇനി ഞാൻ പറഞ്ഞത് നിങ്ങളോട് വേറൊരു കോൺസ്റ്റന്റ് കൂടെ ഉണ്ട്, ഡയമെൻഷൻ ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ അറിയണമെങ്കിൽ എനർജിന്റെ ഇക്വേഷൻ അറിയണം. എനർജി E is equal to hν എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അറിയാം. E is equal to hν. ഇതിലുള്ള H ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഈ എനർജി H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ന്യൂ ഫ്രീക്വൻസി. ഫ്രീക്വൻസിന്റെ ഡയമെൻഷൻ അറിഞ്ഞാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ ഇസ് ഈക്വൽ ടു 1/T ആണ്. ന്യൂ ഇസ് ഈക്വൽ ടു 1/T മീൻസ് ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, T⁻⁻1. അപ്പൊ ഫ്രീക്വൻസിന്റെ ഡയമെൻഷൻ പറയുന്നത് T⁻⁻1 ആണ്. 1/T ആണ് ഇക്വേഷൻ, അപ്പൊ T⁻⁻1 ആണ് ഫ്രീക്വൻസിന്റെ ഡയമെൻഷൻ. ഇനി Hന്റെ ഡയമെൻഷൻ കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാമല്ലോ. H is equal to E/μ. E/μ എന്നാണ് വരിക. അപ്പൊ എനർജിന്റെ ഡയമെൻഷൻ ഇപ്പൊ പറഞ്ഞതാണ് ML² T⁻⁻2 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിൻ്റെത് T⁻⁻1. നമ്മളെല്ലാം നേരെ എഴുതാം. ML² T⁻⁻2 ഇൻറ്റു T⁻⁻1 മുകളിലേക്ക് വരുമ്പോൾ T⁻1. ദാറ്റ് ഈസ് ML² T⁻2 പ്ലസ് 1 മീൻസ് -1. ഇതാണ് നമ്മളെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. അപ്പോൾ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും കൂടെ ഡയമെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ എല്ലാ പ്രാവശ്യവും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? അപ്പോൾ ഡയമെൻഷനെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. അപ്പോൾ അതായത് നമുക്കൊരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ, ഡയമെൻഷനലി കറക്റ്റ്, അതിന്റെ ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ എല്ലാ സൈഡിലും LHS ഡയമെൻഷനും RHS ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും.
ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഒരു ഇക്വേഷൻ നമ്മൾ എഴുതാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ, ഇഫ് ദിസ് ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, എക്സിന്റെ ഡയമെൻഷനും വൈന്റെ ഡയമെൻഷനും സെഡിന്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. മൂന്നിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഓൾ ദ ടേംസ്, അതായത് LHS and RHS will be same. For the correctness of the equation, dimensions on both sides must be equal. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫോർ ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ ഡയമെൻഷൻ ഓഫ് LHS is equal to dimension of RHS. അപ്പോൾ ഇത്രയെങ്കിലും എല്ലാവർക്കും പറയാൻ പറ്റും. ഡയമെൻഷൻ ഓഫ് LHS equal to dimension of RHS എന്ന് എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഇതും എക്സാമിന് ചോദിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷന് 2-3 യൂസസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡയമെൻഷന്റെ യൂസസ് എന്നുള്ളത്? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഡയമെൻഷൻ യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട് നമുക്ക്. രണ്ടാമത്തെ, വി ക്യാൻ ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, F equal to MA എന്ന് നമുക്ക് മനസ്സിലാക്കണം. എഫും എമ്മും എയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ F equal to MA ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡയമെൻഷൻ മെത്തേഡ് യൂസ് ചെയ്താണ്. ഇനി ഒന്നാമത്തത് പറഞ്ഞത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ അതൊരു ഇക്വേഷൻ കിട്ടി, അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.